200 ഷർട്ട് വെക്കും മക്കളെ. 6 റുപ്യന്റെ ഷർട്ടൊക്കെ 200 രൂപ കൊടുക്കുന്നതാ. നമ്മുടെ SM സ്ട്രീറ്റിലെ കാഴ്ചകളാണ്. നമ്മൾ സൺഡേ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട്. ഞങ്ങൾ ഒരു അവധി ദിവസമല്ല ഞങ്ങൾ പോയത്, ഞങ്ങളൊരു വ്യാഴാഴ്ച ദിവസമായിരുന്നു, ഇന്നലെയായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കൂടുതൽ വഴിയോര കച്ചവടക്കാരുടെ വീഡിയോസാണ് എടുത്തത്. ഇതിൽ ഈ കാണുന്ന ടീഷർട്ടിലെ അല്ല ഏത് ടീഷർട്ട് നമ്മളെടുത്താലും 100 രൂപയാണ് ആവുന്നത്. അപ്പോൾ ടീഷർട്ടൊക്കെ നല്ല ക്വാളിറ്റിയൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. കട്ടിയുള്ള ടീഷർട്ടും ഇതിലുണ്ട്. പിന്നെ കൂടുതൽ ഹാഫിൻ്റെ ഉണ്ട്, ഹാഫ് സ്ലീവിൻ്റെ വരുന്നതാണ് കൂടുതൽ. പിന്നെ ഫുൾ സ്ലീവിൻ്റെ ടീഷർട്ടും വരുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ കുറേ കളറുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഓറഞ്ചിന് പകരം ഗ്രീൻ എടുക്കണമെങ്കിൽ അങ്ങനെ കുറേ കളറുകളുണ്ട് ഇവിടെ. അപ്പോൾ അത് നമ്മൾ നോക്കി എടുക്കേണ്ടി വരും. പിന്നെ ഇതിൽ തന്നെ ടാഗൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കടയിൽ നിന്ന് എടുക്കുന്നത് പോലെ തന്നെയാണ് ഇതിൽ ടാഗ് ഉൾപ്പെടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ടീഷർട്ടൊക്കെ നമ്മളെടുത്ത് പുറത്തെ കടയിൽ നമ്മൾ നല്ല പൈസയിലല്ലേ എടുക്കണം. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല ലാഭമായിട്ടൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. വലിയൊരു കച്ചവടക്കാരുടെ കയ്യിലല്ലേലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള എല്ലാ കടകളിലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് കൂടുതൽ വരുന്നത്. എന്നാൽ വലിയൊരു കച്ചവടക്കാരുടെ കയ്യിൽ എടുക്കുമ്പോൾ അത്യാവശ്യം വിലക്കുറവുള്ളതുപോലെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയത് കമ്മലിൻ്റെ സെക്ഷനിലേക്കാണ്. അപ്പോൾ കമ്മലിൻ്റെ വീഡിയോ ഞങ്ങൾ വേറൊരു വീഡിയോസിലായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. കൂടുതൽ ലെങ്ത് കൂടുമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ആ വീഡിയോസൊക്കെ ഇതിൽ ഉൾപ്പെടുത്താഞ്ഞത്. പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ കാണുന്ന ഷർട്ടൊക്കെയാണ്. ഈ ഷർട്ടിനൊക്കെ ഇതിൽ കാണുന്ന ഷർട്ട് ഏതെടുത്താലും 100 രൂപ റേറ്റാണ് വരുന്നത്. ഇതിൽ കളർഫുള്ളായിട്ടുള്ള ഷർട്ടുകളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ടാഗ് ഉൾപ്പെടെയാണ് വരുന്നത്. ഷർട്ട് നമ്മൾ ഈ തുണിക്കടയിൽ നിന്നൊക്കെ എടുക്കുന്ന പോലെ തന്നെയാണ് ഷർട്ടൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ വരുന്നവരൊക്കെ 3-4 ഷർട്ടൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഈ ഷർട്ടൊക്കെ കണ്ടില്ല, നല്ല കളർഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഷർട്ടില്ലേ ഇതിന് നല്ല അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരുന്നു. ഈ ബ്ലൂ കളറിലെ ഷർട്ടില്ലേ അതിന് അത്യാവശ്യം കട്ടിയൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കട്ടിയില്ലാത്ത ഷർട്ടും കോട്ടൻ്റെ ഷർട്ടും കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഏത് തുണിയും ഇവരുടെ അവൈലബിൾ ആണ്. തുണിയിൽ തന്നെ കുറേ മെറ്റീരിയൽസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഗ്രീൻ കളറിലെ ഈ ഷർട്ടിലെ ആ മൂപ്പറയിലിരിക്കണ ആ ഷർട്ടിലെ പുള്ളി കുറേ ഷർട്ട് ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ 3-4 ഷർട്ട് വെച്ചിട്ടൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അപ്പുറത്തെ കടയിലോട്ടാണ് പോയത്. ഇതെല്ലാം വരിയോര കച്ചവടക്കാരാണ്. ഒരിടത്തും 1 ഷർട്ടിന് 100 രൂപ റേറ്റാണ് വരുന്നത്. ഇവരുടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ ഇപ്പുറത്തെ കടയിൽ അത്യാവശ്യം കളക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന വെള്ള കളറിലെ ഷർട്ടില്ല, വൈറ്റ് കളറിലെ ഷർട്ട് അത് നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ടായിരുന്നു. ഇത് ഇങ്ങനത്തെ ഷർട്ടൊക്കെ ഇല്ല, ഇതിൽ കുറേ കളർഫുള്ളായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഇത് ഹാഫ് സ്ലീവിൻ്റെയാണ് വരുന്നത്. പിന്നെ ഇതൊക്കെ ഈ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഷർട്ടാണെന്ന് തോന്നുന്നു. അത്യാവശ്യം മോഡേണായിട്ടുള്ള ഷർട്ടുകളായിരുന്നു കൂടുതൽ. ഇപ്പോഴത്തെ ഷർട്ടുകളും നല്ലതാണ്. പിന്നെ നല്ല കട്ടിയൊക്കെ ഉണ്ട് തുണിക്ക്. അപ്പുറത്ത് കണ്ടിരുന്ന ഷർട്ടൊക്കെ അപ്പോൾ ഓരോരുത്തരൊക്കെ ഇതേ കണ്ടില്ല വാങ്ങിക്കൊണ്ട് പോകണ കണ്ടില്ല. 4-5 ഷർട്ടൊക്കെ വെച്ചിട്ട് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ തോന്നിക്കുന്നുള്ളതുണ്ടായിരുന്നു. വരിയോര കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ കൂടുതൽ ആൾക്കാർ സാധനങ്ങൾ എടുക്കുന്നത്. പിന്നെ ഈ കാണുന്ന കാക്കയിലെ ആ കാക്കാൻ്റെ അടുത്ത് ഒരു ജീൻസിന് വില വരുന്നത് 100. പിന്നെ ഇത് സെറ്റോടാണ് വരുന്നത്. ഈ ടീഷർട്ടും പാൻറ്റും ഇല്ലേ അത് 100 രൂപയാണ് വരുന്നത്. ഇത് സെറ്റായിട്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നായാലും മീഷോ അങ്ങനെയുള്ള ആപ്പിൽ നിന്നൊക്കെ എടുത്താൽ തന്നെ ഇതുപോലത്തെ ഉള്ള ഡ്രസ്സിനൊക്കെ 150 ആ റേറ്റൊക്കെ വരുന്നുണ്ട്. ഞാൻ നോക്കിയിട്ടുള്ളതായിരുന്നു, അതുകൊണ്ടാണ് അത്രയും കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ കാക്കാൻ്റെ അടുത്ത് അതിനൊക്കെ 100 രൂപ റേറ്റാണ് വരുന്നത്. പിന്നെ ജീൻസൊക്കെ അത്യാവശ്യം നല്ല ലാഭമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ജീൻസിനൊക്കെ 100 രൂപ ഒരു നഷ്ടവും തോന്നിക്കുന്നില്ലായിരുന്നു. പിന്നെ ടീഷർട്ട്, ഷർട്ടുകൾ അതൊക്കെ 100 രൂപ റേറ്റിലാണ് വരുന്നത്. ഷർട്ടൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാക്കാൻ്റെ അടുത്ത് നിന്ന് ഓരോരുത്തർ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് എടുക്കുന്നത്. ഡ്രസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 ജീൻസ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഷർട്ടിനേക്കാളും എനിക്ക് അത്യാവശ്യം ലാഭമായിട്ട് തോന്നിയത് ജീൻസ് ആയിരുന്നു. ജീൻസ് ഈ കാണുന്ന ജീൻസിലെ ഇപ്പോൾ 100 രൂപയ്ക്ക് ഒരു നഷ്ടവും തോന്നിക്കുന്നില്ലായിരുന്നു. പിന്നെ കുട്ടികളുടെ ഡ്രസ്സാണ് കൂടുതൽ, മുതിർന്നവരുടെ ഡ്രസ്സില്ല കേട്ടോ. ഡ്രസ്സുകളിൽ കൂടുതൽ കുട്ടികളുടെ ഡ്രസ്സ് തന്നെയായിരുന്നു. ഇതൊക്കെ വരിയോര കച്ചവടക്കാരാണ്. ഞങ്ങൾ അത്യാവശ്യം മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ കാണുന്നതൊക്കെ വരിയോര കച്ചവടക്കാരുടെ നിന്നാണ് ഈ ഡ്രസ്സൊക്കെ നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കടയിൽ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ പല ഡ്രസ്സിനും പല വിലയാണ്. ജീൻസൊക്കെ വില വരുന്നത് സ്റ്റാർട്ടിങ് 200 രൂപയാണ്. പിന്നെ കുട്ടികളുടെ ഡ്രസ്സുകൾ, മുതിർന്നവരുടെ ഡ്രസ്സുകൾ, ഷർട്ടൊക്കെ 250, 300, 350 അങ്ങനെ പല റേറ്റും ഉണ്ട്.
അപ്പോൾ പല റേറ്റിലുള്ള ഷർട്ടുകളും ഉണ്ട്. ഞാൻ കളക്ഷൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. കളക്ഷനൊക്കെ നല്ല കളക്ഷൻ തന്നെ ഉണ്ട്. പിന്നെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും തോന്നിക്കുന്നില്ലായിരുന്നു. ഒറ്റ കളറിലെ ഷർട്ടുകളും പിന്നെ കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഷർട്ടുകൾ, പ്യുവർ കോട്ടന്, അങ്ങനെ പല ഡ്രസ്സിലുള്ള മെറ്റീരിയൽസും അവൈലബിൾ ആണ്. ഇതൊരു ചെറിയൊരു ഷോപ്പാണ്. ഇത് വലിയൊരു കച്ചവടക്കാരൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പാണ്. എന്നാൽ ഒരു ചെറിയൊരു ഷോപ്പുമാണ്. ഇവിടെ കുർത്തീസാണ് കൂടുതലത്. 300, 350, 550 അങ്ങനെ പല റേറ്റിലുണ്ട്. നല്ല ചുരിദാർ മെറ്റീരിയൽസ് ആയതുകൊണ്ട് ഒന്ന് നോക്കിയതാണ്, ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ച്. നല്ല കളക്ഷനൊക്കെ ഉണ്ട്, ക്യൂട്ടായിട്ടുള്ള നല്ല കളക്ഷനൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. ഞങ്ങളൊരു 4 മണി ടൈമിലാണ് പോയത്. പിന്നെ ഞങ്ങൾ നോക്കിയത് ഭയങ്കര തിരക്ക് തോന്നിച്ചു ഈ കടയിൽ. അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ടാണ് നല്ല തിരക്ക് തോന്നിച്ചത്. ഇത് ജെൻസിൻ്റെ മാത്രമുള്ള ഷോപ്പാണ്. ഈ കടയിൽ കൂടുതലായിട്ട് ഷർട്ട്, ടീഷർട്ട്, പാൻറ്, പാൻസിൽ തന്നെ കാർഗോ ടൈപ്പ് ഉണ്ട്, സ്കിൻ ഫിറ്റ് ഉണ്ട്, ലൂസ് ടൈപ്പ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പാൻറ്റുകളും പല കളറിലുള്ള പാൻസുകളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കാർഗോ ടൈപ്പിലെ പാൻസായിരുന്നു കൂടുതൽ കണ്ടത്. അപ്പോൾ ഞങ്ങളിങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുതിയ സ്റ്റോക്കാണ്, അതിൻ്റെ ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, അതിൻ്റെ ടാഗൊക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഷർട്ടിനൊക്കെ 1000 രൂപേൻ്റെ ഷർട്ടെന്നാണ് അവർ പറഞ്ഞത്. അത് 200 രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത്. 1000 രൂപേൻ്റെ ഷർട്ട് 200 രൂപയ്ക്കും. ഈ കാർഗോ പാൻറ്റ് 350 ആണെന്ന് തോന്നുന്നു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ അവസാനം ഇതിലെ സ്റ്റാഫ് തന്നെ റേറ്റും കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ടോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ടീഷർട്ടൊക്കെ വരുന്നത് 100 രൂപ ടൈപ്പ് ടീഷർട്ടാണ്. അതും നല്ല ഭംഗിയുള്ളതും ക്വാളിറ്റി തോന്നിക്കുന്നതും ടീഷർട്ടുകളായിരുന്നു ഇവിടെ കണ്ടത്. പിന്നെ ഷർട്ടിൻ്റെ തന്നെ വലിയൊരു കളക്ഷനുണ്ട്. അതായത് നമുക്ക് ഒറ്റ കളറിൽ തന്നെ പല കളറുകളും അവൈലബിൾ ആണ്. അപ്പോൾ വരുന്നവരൊക്കെ 1, 2, 3 ഒക്കെ ഡ്രസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഈ ഷർട്ടൊക്കെ ഇല്ലേ, ഇതൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കോട്ടൺ ടൈപ്പ് അല്ല, കോട്ടൺ ടൈപ്പും ഉണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ച ആ ഷർട്ടില്ല, അത് കോട്ടൺ ടൈപ്പ് അല്ല കേട്ടോ. ഇങ്ങനെ പലതരത്തിലുള്ള തുണികളാണ്, കോട്ടൺ ബ്ലെൻഡഡ് അങ്ങനെയുള്ളതൊക്കെയാണ്. വൈറ്റ് കളറിൽ ഒരു ഷർട്ടുണ്ട്, ഈ റോസ് കളറിലെ ഷർട്ടില്ലേ, എനിക്ക് അതിൻ്റെ തുണി നല്ല എന്താ ഒരു സോഫ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, നല്ല തോന്നുന്നു. 200 രൂപേന്റെ ഷർട്ട് നോക്കി മക്കളെ, 6 രൂപേന്റെ ഷർട്ടൊക്കെ 200 രൂപ കൊടുക്കണതാ. എടുത്തോളിട്ടോ, 200 രൂപ. രണ്ടട ഇങ്ങോട്ട് പോരി. ഷർട്ടൊക്കെ 200, ടീഷർട്ടൊക്കെ 100. പിന്നീട് ഞങ്ങൾ SM സ്ട്രീറ്റിൻ്റെ ഗേറ്റിൻ്റെ ഭാഗമില്ല, അതായത് വരിയോര കച്ചവടക്കാരൊക്കെ ഇരിക്കണതിൻ്റെ ലാസ്റ്റ് ഭാഗം, ആ ഗേറ്റിൻ്റെ ആ ഭാഗത്തോട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഷർട്ടിൻ്റെ ആയിരുന്നു ഞങ്ങൾ കണ്ടത്. ഇവിടെ 3, 4 ഷർട്ടൊക്കെ നല്ല വമ്പിച്ച് നല്ല വിലക്കുറവിൽ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഷർട്ടുകൾ തന്നെയാണ്. ഒന്നിൻ്റെ 650ൻ്റെയൊക്കെ ഷർട്ടുകൾ 350, അങ്ങനെ 250, അങ്ങനെ പല വിലയ്ക്കാണ് ഇവർ വിൽക്കുന്നത്. 4 എണ്ണമൊക്കെ കോംബോ ആയിട്ട് എടുക്കുമ്പോൾ നല്ല വിലക്കുറവുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഷർട്ട് ഉണ്ടായിരുന്നു. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഷർട്ട് തന്നെയായിരുന്നു. അതിലെ ടാഗ് പോലും പൊട്ടിക്കാത്ത തുണിക്കടയിൽ നിന്നൊക്കെ എടുക്കുന്ന രീതിയിലുള്ള ഷർട്ടുകളായിരുന്നു. വരിയോര കച്ചവടക്കാരിൽ എനിക്ക് നെറ്റിൽ തോന്നിയതും എന്നെ ഞെട്ടിച്ചതുമായ ഒരു സംഭവമാണിത്. ഈ കാണുന്ന ടോപ്പൊക്കെ ഇല്ലേ, ഇതൊക്കെ റേറ്റ് വരുന്നത് വെറും 20 രൂപ മാത്രമേ ഉള്ളൂ. ഇതിലേതെടുത്താലും 20 രൂപ, അത്ര റേറ്റ് വരുന്നുള്ളൂ. കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സുകളായിരുന്നു കൂടുതലും കണ്ടത്. കുഞ്ഞു കുട്ടികളുടെ എന്ന് വെച്ചാൽ ഒരു 5, 6 വയസ്സ് വരെയുള്ള മക്കളുടെ ഡ്രസ്സുകൾ. അതിൽ ബോയ്സിൻ്റെ ഉണ്ട്, ഗേൾസിൻ്റെ ഉണ്ട്. അപ്പോൾ അതിൽ നല്ല കളക്ഷനും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണേ. അപ്പോൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടിക്കോളൂ.